നല്ല ഇരിപ്പല്ലേ? മോന് ഇഷ്ടമാണോ? ഇതെപ്പോഴായി ചെരുപ്പ് മേടിച്ചേ? ഓണത്തിന് വേണ്ടിയിട്ട് അമ്മ മേടിച്ചോണ്ടെന്നാ അമ്മനെ എടുത്ത് പീലിക്ക് 2 ഒരു ജോഡി മേടിച്ച്. പിന്നെ ഒരു പാവാടയും ബ്ലൗസും കൂടെ തയ്ക്കുന്നുണ്ട് അമ്മ, പട്ട് പാവാടയും ബ്ലൗസ് അല്ലേ മേഡം? ഇന്ന് സൂപ്പറായിട്ടുള്ള കൃത്യം. മോനെ, നീ ഇത് എവിടെ പോയതാ രാവിലെ തുണിയും മാറിയേച്ച്? കുറേ നേരം ആയില്ല, കണ്ടില്ലല്ലോ. ഞാൻ ദേ പണിയൊക്കെ ഒതുക്കിയിട്ട് ഞാനും കൊച്ചും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാശിപ്പട്ടം കിടന്ന് ഉറങ്ങുക. എവിടെ പോയതാ വെച്ച്? ഈ രാവിലെ ഈ മുഖമൊക്കെ ഒരുമാതിരി ഇഞ്ചി ചെയ്യുന്ന കുരങ്ങിനെ കണക്ക് ഇരിപ്പുണ്ടല്ലോ, വാടി പിടിച്ച്. എന്നാ പറ്റിയേ? ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ, സങ്കടം കൊണ്ട് ചോദിച്ചതാ. എന്നാ വാടിയിരിക്കുന്ന മുഖമെന്ന്. എന്നാ പറയാനാ അമ്മ? എന്നാ പറയാനാണ്? എന്നാ പറ്റി അമ്മ? അവളില്ലേ രമ്യ? ഏത് രമ്യ? എൻ്റെ കൂട്ടുകാരി രമ്യ. ആ, അപ്പുറത്തെ. ആ, അതിനെന്നായിട്ട്? ആ കൊച്ചിനെന്നായിട്ട്? അമ്മയ്ക്ക് അറിയാത്ത കണക്കൊന്നും അമ്മ സംസാരിക്കണ്ട. അമ്മയ്ക്ക് എന്നെ അറിയാൻ മോനെ. അമ്മയ്ക്ക് വല്ല അറിയാവുന്നതായിട്ട് മോക്ക് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും അമ്മ പറയണ മോൻ കേട്ടിട്ടുണ്ടോ? എന്നാ പറ്റിയ, എന്താ സംഭവം? ഞാൻ എന്തെങ്കിലും വന്ന് പറയുമ്പം നിന്റെ ആട്ടും തുപ്പും മാത്രമല്ലേ ഞാൻ കേൾക്കാറുള്ളൂ. ഇപ്പൊ ചങ്കി കുത്തണ വർത്താനം പറയല്ലേ അമ്മ? ഞാനത് അറിയാൻ വേണ്ടി പോയതാ രാവിലെ തന്നെ. ഒത്തിരി വൈകി കഴിഞ്ഞ് ആരോടെങ്കിലും ഒക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള മനുഷ്യർ മുഴുവൻ എന്നെ കുറ്റം പറയുള്ളൂ. അവക്കടെ കൂട്ടായിരുന്നല്ലോ ഞാനും. അവളിപ്പോൾ എങ്ങാണ്ട് ഞാൻ ഇപ്പം അന്വേഷിച്ച് പറഞ്ഞ് ഒരു പയ്യൻ്റെ കൂടെ പോയി, പിള്ളേരെ ഇട്ട് കെട്ടിയവനെ ഇട്ടിട്ട് പോയിന്ന് അറിഞ്ഞു. അത് കുറേ ദിവസമായി ഞാൻ അറിഞ്ഞിട്ട്. ഞാൻ അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു. ഞാനതിപ്പോൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയതാ. നീ എന്തിനാ പോയേ? എനിക്കറിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഓരോ കാര്യങ്ങൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞ് തന്നോണ്ടല്ലേ ഇരുന്നേ? പറഞ്ഞു തന്നോണ്ടിരുന്നപ്പോൾ അത് കേൾക്കാൻ ഒരു മനസ്സുണ്ടായിരുന്ന കുഞ്ഞിന്. നീ അവളുടെ കൂട്ടുകാരിയാ. അവള് പോയ വിവരം നീ പറയുന്നതിന് മുമ്പേ എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഞാൻ അറിഞ്ഞതുമാണ്. ആ വിവരമാണ് നിന്നോട് പറയാൻ വന്നപ്പോഴാണ് നീ ആ മാതിരി എന്നോട് ദേഷ്യപ്പെട്ടത്. പിന്നെ ഞാൻ എന്ത് പറയും?